Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ 2 ആൻസേഴ്സ് എന്നുള്ള പോർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ എക്സസൈസ് പേജ് നമ്പർ 1 എക്സസൈസിലെ 3 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ 4th ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആ 4th ക്വസ്റ്റ്യൻ്റെ താഴെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് 4th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുന്നത്. എ റോഡ് 28 centimeters long is to be bent to make a rectangle. ഒരു 28 centimeter നീളമുള്ള ഒരു റോഡിനെ വളച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നു. Can a rectangle of diagonal 8 centimeters be made? അങ്ങനെ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുമ്പോൾ ഡയഗണൽ 8 centimeter ആയിട്ടുള്ള രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ സാധ്യമാകുമോ എന്നാണ് ചോദ്യം. രണ്ടാമത്, ക്യാൻ എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 10 centimeters ബി മെയ്ഡ്? ഡയഗണൽ 10 centimeter ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ കഴിയുമോ? ഹൗ അബൌട്ട് എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 14 centimeters? ഡയഗണൽ 14 centimeters ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. കാൽക്കുലേറ്റ് ദി ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ്. ഇതിൽ അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്ന റെക്റ്റാങ്കിൾ ഏതാണോ ആ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് എഴുതണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 28 centimeters ലെങ്ത്തുള്ള ഒരു റോഡാണ് വളച്ചിട്ട് എന്തുണ്ടാക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റോഡെന്ന് വിചാരിക്കുക. ആ റോഡിൻ്റെ ലെങ്ത്ത് 28 centimeter ആണ്. അത് വളച്ചുകൊണ്ടൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നു. ഇതാണ് ആ റെക്റ്റാങ്കിൾ എന്ന് വിചാരിക്കുക. റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഈ 28 centimeter എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആകെ പെരിമീറ്ററാണ്. ആ പെരിമീറ്ററിൻ്റെ പകുതി ആണ് ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ഉണ്ടാവുക. അപ്പോൾ 24 ആണ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഓക്കെ, അങ്ങനെയാകുമ്പം ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് ഈസ് 24 minus x ആയി. അണ്ടർസ്റ്റുഡ്? ടോട്ടൽ ലെങ്ത്ത് എത്രയാണ്? 28 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 28/2 ഈസ് ഈക്വൽ ടു 14 എന്നുള്ളത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആയിരിക്കും. അതിൽ ബ്രെഡ്ത്ത് നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് എന്തായിരിക്കും? ബ്രെഡ്ത്ത് എക്സ് എന്ന് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 14 മൈനസ് എക്സ് ആയിരിക്കും. 14 മൈനസ് എക്സ്, 24 മൈനസ് എക്സ് അല്ല, 14 മൈനസ് എക്സ്. 24ൻ്റെ പകുതി 14 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. എന്നിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കും. ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ 8 centimeter ആകുമോ, അല്ലെങ്കിൽ 10 centimeter ആകുമോ, 14 centimeter ആകുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 3 കേസസ് നമ്മൾ കൺസിഡർ ചെയ്യണം. 8 centimeter ആകുമോ? ഡയഗണൽ 8 centimeter ആകുമെങ്കിൽ നമുക്കിങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. അതിൻ്റെ ഒരു സൈഡ് എക്സ്, മറ്റേ സൈഡ് 14 മൈനസ് എക്സ്, ഹൈപ്പോട്യൂസ് 8. ഓക്കെ, ഇവിടെ നമ്മൾ അവസാനം വാല്യൂ കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ എക്സ് ആണോ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ 14 മൈനസ് എക്സ് ആണോ ബ്രെഡ്ത്ത് എന്നൊക്കെ. ഏതായാലും ഒന്ന് എക്സ് ആണ് ബ്രെഡ്ത്ത് എങ്കിൽ 14 മൈനസ് എക്സ് ലെങ്ത് ആയിരിക്കും. ഇനി ലെങ്ത് ആണ് എക്സ് ആയിട്ട് വരുന്നതെങ്കിൽ 14 മൈനസ് എക്സ് എന്തായിരിക്കും? ബ്രെഡ്ത്ത് ആയിരിക്കും. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അവസാന ആൻസർ വരുമ്പോൾ ഏതാണ് എക്സ് ആണോ 14 മൈനസ് എക്സ് ആണോ, ഏതാണ് ചെറുത് ഏതാണ് വലുത് നോക്കിയിട്ട് ബ്രെഡ്ത്തും ലെങ്ത്തും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എന്തായാലും ഒന്ന് ബ്രെഡ്ത്തും ഒന്ന് ലെങ്ത്തുമായിരിക്കും മനസ്സിലാക്കുക. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്ന് ബേസ്, മറ്റേത് ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടെന്യൂസ് സ്ക്വയർ എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസത്തെ ഒരു ക്വസ്റ്റ്യനിലും നമ്മൾ അങ്ങനെ തന്നെ ആൻസർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വി ക്യാൻ റൈറ്റ് വൺ ഇക്വേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ 8 centimeter ആവുന്ന രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇപ്പം പറയാനായിട്ടില്ല. ഡയഗണൽ 8 ആയിട്ട് എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് വരിക, സാധിക്കുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ
ഡയഗണൽ 8 ആണെങ്കിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇവിടെ ദിസ് ഈസ് എക്സ് സ്ക്വയർ. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പം എങ്ങനെയാണ് ചെയ്യുക? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. അതല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഇങ്ങനെയും എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിൽ ഈ 14 ഈ എക്സിൻ്റെ പൊസിഷനിലും ഈ എക്സ് വൈൻ്റെ പൊസിഷനിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 14 സ്ക്വയർ ആദ്യം എഴുതുന്നു. 14 സ്ക്വയർ ഈസ് ഈക്വൽ ടു 196. ദെൻ 2 ഇൻറ്റു 14 28 ഇൻറ്റു മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ മൈനസ് 28x എന്ന് കിട്ടും. അല്ലെങ്കിൽ മൈനസ് ആദ്യം എഴുതിയതിന് ശേഷം 2 ഇൻറ്റു 14 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് 28x. അതിനുശേഷം എക്സ് സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് 2x സ്ക്വയർ. ദെൻ മൈനസ് 28x. ദെൻ നമ്പേഴ്സ് എല്ലാം റൈറ്റ് സൈഡിൽ എഴുതും. റൈറ്റ് സൈഡിൽ 64 ഉണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയാൽ കിട്ടും മൈനസ് 196 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ എക്സാമ്പിളും എക്സ് സ്ക്വയറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഓക്കെ, 2x സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 3x സ്ക്വയറിലൊന്നും സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് 2നെ ഒഴിവാക്കുക. നമ്മൾ 2നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 64 മൈനസ് 196 എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെറുത് ഇത് വലുതായതുകൊണ്ട് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സ്മോളർ നമ്പറിൽ നിന്ന് ഗ്രേറ്റർ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ എന്തായി മാറും? നെഗറ്റീവായി മാറും. അപ്പോൾ 196ൽ നിന്ന് 64 കുറച്ചാൽ യു വിൽ ഗെറ്റ് വാട്ട്? 132. അപ്പോൾ നെഗറ്റീവ് 132 എന്ന് കിട്ടി. ഇനി ഇവിടെ 2ൽ തുടങ്ങുന്നതുകൊണ്ട് ഇത് 2 ആണ്, ഇത് 2ൻ്റെ മൾട്ടിപ്പിളാണ്, ഇതും 2ൻ്റെ മൾട്ടിപ്പിളാണ്. സോ ത്രൂ ഔട്ട് വി ക്യാൻ ഡിവൈഡ് ബൈ 2. Dividing by 2 അപ്പോൾ 2x സ്ക്വയർ ബൈ 2 അപ്പോൾ എക്സ് സ്ക്വയർ ആയി. മൈനസ് 28 ബൈ 2 അപ്പോൾ മൈനസ് 14x ദാറ്റ്സ് ഈക്വൽ ടു 132ൻ്റെ ഹാഫ് അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് 66 എന്ന് കിട്ടും. ഓക്കെ, 6 2 12 ദെൻ അഗെയിൻ 12 വിൽ ബി ദ അപ്പോൾ 6 കിട്ടും മൈനസ് 66 എന്ന് കിട്ടും. ഇനി നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യും, അവിടെയും ആഡ് ചെയ്യും. ഓക്കെ, രണ്ട് സ്ഥലത്തും നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വി ഗെറ്റ് വാട്ട്? എക്സ് സ്ക്വയർ മൈനസ് 14x പിന്നെ 7 14 ഹാഫ് 7ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്തു. നെഗറ്റീവ് 66 പ്ലസ് 7ൻ്റെ സ്ക്വയർ ഇവിടെയും ആഡ് ചെയ്തു. അപ്പോൾ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് എഴുതാം. എക്സ് എഴുതി, പിന്നെ 7 എഴുതി, പിന്നെ ഇവിടെ മൈനസ്, അപ്പോൾ മൈനസ് എഴുതി സ്ക്വയർ. എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് 49 ആണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് 66 പ്ലസ് 49 വരും. അപ്പോൾ എന്തായാലും എന്താ വരിക? നെഗറ്റീവ് നമ്പറാണ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 16 മൈനസ് 9 ഇസ് ഈക്വൽ ടു 7, 5 മൈനസ് 4 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നെഗറ്റീവ് 17 എന്ന് കിട്ടും. നെഗറ്റീവ് 17. So x minus 7 is equal to root of plus or minus. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് വാല്യൂസ് എടുക്കുക, പ്ലസ് ഓർ മൈനസ് നെഗറ്റീവ് 17 എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 17 എന്ന് കിട്ടി. ഈ നെഗറ്റീവ് നമ്പേഴ്സിനൊന്നും റൂട്ട് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. റൂട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ പഠിക്കും. പക്ഷേ ഇപ്പോൾ ഇതുവരെ പഠിച്ചതനുസരിച്ച് നെഗറ്റീവ് നമ്പേഴ്സിന് എന്തില്ല? റൂട്ടില്ല. റൂട്ട് ഇല്ലെങ്കിൽ എക്സ് മൈനസ് 7ൻ്റെ വാല്യൂ ഇല്ല എന്നർത്ഥം. എക്സ് മൈനസ് 7 ഒരു കൃത്യമായ വാല്യൂ ഇല്ല. എക്സ് മൈനസ് 7 കൃത്യമായ വാല്യൂ ഇല്ലെങ്കിൽ എക്സിനും കൃത്യമായ വാല്യൂ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നെഗറ്റീവ് നമ്പേഴ്സിന് റൂട്ടില്ല എന്ന് പറയുന്നത്? ഇപ്പോൾ 25ൻ്റെ റൂട്ട് നമ്മൾ 5 ആണെന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചതനുസരിച്ച് നെഗറ്റീവ് 5 ആണെന്ന് പറയും. അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്താൽ കിട്ടേണ്ടത് എന്താണ്? ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവിൻ്റെ സ്ക്വയർ എടുത്താലും കിട്ടേണ്ടത് പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ
സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തേ കിട്ടുള്ളൂ, പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, നെഗറ്റീവാണ്. ഇങ്ങനെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ലെങ്കിൽ x-7ൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റില്ല, x-7ൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റില്ല, എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, ഇവിടെ ഡയഗണൽ 8 എടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഡയഗണൽ 8 ആവുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. സാധ്യമാകുമായിരുന്നെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ വരും, എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, എക്സ് ഹാസ് നോ വാല്യൂ. നോ വാല്യൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്സിൽ എവിടെയും നമ്മൾ വാല്യൂ പഠിക്കുന്നില്ല എന്നല്ല കേട്ടോ, അതൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെ പഠിച്ചതനുസരിച്ച് വാല്യൂ ഇല്ലാണ്. Therefore diagonal cannot be എയ്റ്റ് സെൻറ്റിമീറ്റർ ആവാൻ പറ്റില്ല. ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ആവാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 10 സെൻറ്റിമീറ്റർ ആവാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഇതുവരെ ചെയ്തതെല്ലാം ഇങ്ങനെ തന്നെ വരും, ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഡയഗണൽ 8ന് പകരം വരും 10 വരും. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ പരിഗണിക്കുകയാണ്. ഇത്രയും എഴുതിയതിന് ശേഷം ഇനി വീണ്ടും നിങ്ങൾ എഴുതി തുടങ്ങുകയാണ്. ഓക്കെ, സെക്കൻഡ് കേസിൽ ഇവിടെ എത്ര വരും, 10 എന്ന് വരും. ഇപ്പോൾ ഡയഗണൽ 10 ആണെന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ 10² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയൊക്കെ സെയിം ആണ്. ഇവിടെ 10ൻ്റെ സ്ക്വയർ 100 വരും. ഓക്കെ, ഇവിടെ 64 മൈനസ് 196 എന്നുള്ളതിന് പകരം 100 മൈനസ് 196 വരും. അപ്പോൾ 100 മൈനസ് 196 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക, -96 ഉണ്ടാവും. -96. ഇവിടെയും 2, 28, 96 എല്ലാം 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ വി ക്യാൻ ഡിവൈഡ് ബൈ 2. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ x² വരും, ഇവിടെ 14x വരും. ഇവിടെ 96ൻ്റെ പകുതിയാണ് വരിക. 96ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 48 ആണ്. അപ്പോൾ -48 വന്നു. ഓക്കെ, ഇവിടെ 14ൻ്റെ ഹാഫ് 7² അപ്പോൾ ഇവിടെ 7², അതിലൊന്നും മാറ്റല്ല. ഇവിടെ എന്താവും, -48 ആവും. -48. അപ്പോൾ -48 7² എന്ന് പറഞ്ഞാൽ എത്രയാണ്, 49 ആണ്. ഓക്കെ, അപ്പോൾ -48ഉം -48ഉം 49 കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക, +1 കിട്ടുക. ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ, 49 മൈനസ് 48 എന്ന് എഴുതാം. അപ്പോഴെന്താ കിട്ടുക, 1 കിട്ടുക. ഓക്കെ, അപ്പോൾ +1 ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ -17 പകരം ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടും, +1 കിട്ടും. അപ്പോൾ x-7 ഹോൾ സ്ക്വയർ = 1 ആണെങ്കിൽ x-7 = ± √1 എന്നുണ്ട്. √1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. അപ്പോൾ x-7 = ±1 എന്നുണ്ട്. ഓക്കെ, x-7 = ±√1ൻ്റെ വാല്യൂ 1. സോ x = ±1. ഈ -7 അങ്ങോട്ട് +7 എന്ന്. ഇനി നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് +1 + 7, അടുത്തത് -1 + 7. ഓക്കെ, അപ്പോൾ +1 + 7 അല്ലെങ്കിൽ -1 + 7. +1 + 7 is 8, -1 + 7 is 6. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 8 ആവാം, 6 ആവാം. ഈ രണ്ട് കേസസ് വരുന്നു. അപ്പോൾ നമ്മൾ നോക്കാം. ഇവിടെ എക്സ് 6 ആണെന്ന് വിചാരിക്കുക. x = 6. അപ്പോൾ 14 - x എന്നുള്ളത് 14 - 6 = 8 കിട്ടും. അപ്പോൾ ഏതൊക്കെ കിട്ടി, 6ഉം 8ഉം കിട്ടി. ഇനി if x = 8, x 8 ആണെങ്കിൽ 14 - x = 14 - 8 that is equal to 6. അപ്പോൾ എന്ത് കിട്ടി, 8ഉം 6ഉം കിട്ടി. അപ്പോൾ എന്താണെങ്കിലും
8ഉം 6ഉം തന്നെയാണ് വരിക. 8ഉം 6ഉം വരികയാണെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു 36 പ്ലസ് 64, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഓക്കെ, ആ 100ൻ്റെ റൂട്ടായിരിക്കും എന്ത്? ഡയഗണൽ. അപ്പോൾ റൂട്ട് ഓഫ് 100 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഡയഗണൽ എത്രയാണ്? 10 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എക്സിൻ്റെ വാല്യൂസ് 8ഉം 6ഉം ആയതുകൊണ്ട് ഡയഗണൽ എത്രയാവാം? 10 ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡയഗണൽസ് ക്യാൻ ബി 10 സെൻറ്റിമീറ്റർ. ഡയഗണൽ 10 സെൻറ്റിമീറ്റർ നീളമുള്ളതാവാം. അപ്പോഴുള്ള സൈഡ്സിൻ്റെ ലെങ്ത് എത്രയൊക്കെയാണെന്ന് ചോദിച്ചാൽ സൈഡ്സ് ആർ 6 and 8. ഓക്കെ, diagonal can be 10 centimeter. Okay, then the sides are, അങ്ങനെ സാധ്യമാണെങ്കിൽ സൈഡ്സിൻ്റെ ലെങ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സൈഡ്സ് ആർ 8 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസറുമായി. ഇനി മൂന്നാമത്തെ ആൻസറിലേക്ക് നമ്മൾ പോകുന്നു. ഹൗ അബൌട്ട് എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 14 സെൻറ്റിമീറ്റേഴ്സ്. ഇനി 14 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സാധ്യമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സാധ്യമാണെന്നും ആ സമയത്ത് സൈഡ്സിൻ്റെ ലെങ്ത് എത്രയൊക്കെയാണ്? 8ഉം 6ഉം ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, എക്സ് ഇഫ് എക്സ് ഈസ് 8, 14 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 6. നേരത്തെ ഞാൻ അവിടെ എഴുതി കാണിച്ചിരുന്നു. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 6, 14 മൈനസ് എക്സ് ഈക്വൽ ടു 8 നേരത്തെ എഴുതി കാണിച്ചിരുന്നു. അത് ഞാൻ മായ്ച്ചു കളഞ്ഞു, പക്ഷേ നിങ്ങളത് സൈഡിൽ എഴുതി വെക്കണം എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. ഇഫ് എക്സ് ഈസ് 8, 14 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 6. ഇഫ് എക്സ് ഈസ് 6, 14 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 14 മൈനസ് 6 ദാറ്റ്സ് ഈക്വൽ ടു 8 എന്നുള്ളത് അവിടെ സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ കേസാണ്. ആ മൂന്നാമത്തെ കേസിൽ ഇഫ് ഡയഗണൽ ഈസ് 14, ഡയഗണൽ 14 ആണെങ്കിൽ സാധ്യമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ 10ൻ്റെ സ്ഥാനത്ത് 14 നിങ്ങൾ മാച്ച് എഴുതല്ല വേണ്ടത്, നിങ്ങൾ മൂന്നാമത്തെ ഫിഗർ വരച്ചിട്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ 14 സ്ക്വയർ, 14ൻ്റെ സ്ക്വയർ നമുക്കറിയാം 196 ആണ്. അപ്പോൾ ഇവിടെ 196 എഴുതുന്നു. അപ്പോൾ 100 മൈനസ് 196, ഈ 96 ആണ് ഇവിടെ മൈനസ് 96 ആയത്. ഇവിടെ 100 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന നമ്പറാണ്. ഇവിടെ 196 ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? 196. അപ്പോൾ 196 മൈനസ് 196 ആയി മാറും. അപ്പോൾ ദിസ് ഈസ് 0. ഓക്കെ, 0 ആകുമ്പോൾ നമുക്ക് ഡിവൈഡിങ് ബൈ 2 എന്നുള്ളത് വേണമെന്നില്ല, പക്ഷേ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ x² മൈനസ് 14x ഈസ് ഈക്വൽ ടു എന്ത് വരും? 0യെ നമുക്ക് ഏത് നമ്പറോടും ഡിവൈഡ് ചെയ്യാം. ഏത് നമ്പറോട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, 2x² മൈനസ് 2 x² 28/2 14. അപ്പോൾ -14x കിട്ടി. 0/2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 0 ആയി. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്നത് എന്താണ്? x² മൈനസ് 14x ഈസ് ഈക്വൽ ടു 0. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകാം. അതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡും കൊണ്ടുണ്ട്, ആ മെത്തേഡിലൂടെയും നമുക്ക് കാണാം. നോക്കാം, ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. രണ്ട് ടേംസിൽ x ഉള്ളതുകൊണ്ട് x നമ്മൾ കോമൺ ഫാക്ടർ ആക്കി എടുക്കുന്നു, ബാക്കി ബ്രാക്കറ്റിൽ എഴുതുന്നു. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു x ആണ്. അതിൽ ഒരു x ഇവിടെ എഴുതിയാൽ ഇവിടെ x ഉണ്ടാവും. അപ്പോൾ x ഇൻറ്റു x x². ഓക്കെ, -14x എന്ന് പറഞ്ഞാൽ -14 ഇൻറ്റു x ആണ്. അപ്പോൾ x ഇവിടെ ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റിൽ എന്ത് വരും? -14 വരും. അപ്പോൾ x ഇൻറ്റു x x², x ഇൻറ്റു -14 -14x ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് നമ്പേഴ്സ്, ഒന്ന് എക്സും മറ്റേത് x - 14 ആണ്. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ x 0 ആണ്, അല്ലെങ്കിൽ x - 14 0 ആണ്. കാരണം 0യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. അതല്ലെങ്കിൽ രണ്ടും 0 ആണെന്നാണ്. 0 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ x is 0 or x - 14 is 0 or x and x - 14 both are 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? therefore x is equal to 0. ഓക്കെ, x is equal to 0 and
എക്സ് മൈനസ് 14 ഈസ് ഈക്വൽ ടു 0. എക്സ് മൈനസ് 14 0 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്തായി 0 പ്ലസ് 14. ഈ മൈനസ് 14 അങ്ങോട്ട് പോയാൽ പ്ലസ് 14 ആവും. 0 പ്ലസ് 14 0യോട് കൂടി എന്ത് കൂട്ടിയാലും അത് തന്നെ കിട്ടുക. ഓക്കെ, അപ്പോൾ 0 പ്ലസ് 14 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ആണ്. ഓക്കെ, 0 പ്ലസ് 14 ദാറ്റ് ഈസ് ഈക്വൽ ടു 14. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി. ഒന്ന് എക്സ് ഈസ് ഈക്വൽ ടു 0, മറ്റേത് എക്സ് ഈസ് ഈക്വൽ ടു 14. രണ്ട് വാല്യൂസ് കിട്ടി. പക്ഷേ കിട്ടിയെങ്കിലും ഡയഗണൽ 14 ആകുമോ എന്ന് നോക്കാം. അപ്പോൾ ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എക്സും 14 മൈനസ് എക്സ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? 14 മൈനസ് എക്സ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതാണ് സൈഡ്സാണ്, റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് 0 ആകുക എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇല്ല എന്നർത്ഥം. അപ്പോൾ ആ സൈഡ് ഇല്ലെങ്കിൽ എന്തില്ല? റെക്റ്റാങ്കിൾ ഇല്ല. റെക്റ്റാങ്കിൾ ഇല്ലെങ്കിൽ പിന്നെ അതിന് ഡയഗണലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ സാധ്യമാണോ? സാധ്യമല്ല. ഇനി എക്സ് 14 ആണെന്ന് വിചാരിക്കുക. എക്സ് 14 ആണെങ്കിൽ നമ്മൾ 14 മൈനസ് എക്സ് എന്ന് എഴുതുമ്പോൾ 14 മൈനസ് 14 വരും. അപ്പോൾ 14 മൈനസ് 14 എന്തായി? 0 ആയി. അപ്പോൾ ഈ സൈഡില്ല എന്നർത്ഥം. ഈ സൈഡില്ലെങ്കിൽ പിന്നെ റെക്റ്റാങ്കിൾ ഇല്ല, റെക്റ്റാങ്കിൾ ഇല്ലെങ്കിൽ ഡയഗണലും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് if x is equal to 0, then no breadth. Okay, no breadth and no rectangle. Therefore no diagonal. മനസ്സിലായല്ലോ? If x is equal to 14, then 14 minus x is equal to 14 minus 14, that's equal to 0. Then endilla no length. Okay, no length അല്ലെങ്കിൽ no breadth ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ. No length and no rectangle. റെക്റ്റാങ്കിൾ ഇല്ല. therefore no diagonal. അതുകൊണ്ട് ഡയഗണലും ഇല്ല. therefore diagonal cannot be ഫോർട്ടീൻ ആവാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ 3 കേസസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൽ ഡയഗണൽ 8 ആവാൻ സാധ്യമല്ല, ഡയഗണൽ 14 ആവാൻ സാധ്യമല്ല, ഡയഗണൽ 10 ആവാം. അങ്ങനെ 10 ആവുന്നത് കൊണ്ട് തന്നെ ആ സന്ദർഭത്തിലുള്ള രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് കണ്ടെത്താൻ നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ കണ്ടെത്തി. നമുക്ക് എന്ത് കിട്ടി? 8ഉം 6ഉം കിട്ടി. ഓക്കെ, ഇനി ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തൽക്കാലം അതിൻ്റെ തുടക്കം കുറിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. Equations and polynomials. Equations and polynomials. ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പേജ് 91 തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതിൽ കുറച്ച് കാര്യങ്ങൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പോളിനോമിയൽ എൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തത് അത് 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് പോളിനോമിയൽ. അതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് മാത്രം പറയുന്നു. അപ്പോൾ 4x² പ്ലസ് 24x പ്ലസ് 11 ഇതൊരു പോളിനോമിയലാണ്. ഈ പോളിനോമിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോളിനോമിയൽ വിത്ത് വേരിയബിൾ എക്സ്. ഓക്കെ, ഇവിടെ വേരിയബിൾ എന്താണ്? എക്സ് ആണ്. ഇവിടെ
പി ഓഫ് എക്സ് എന്ന് എഴുതാൻ കാരണം വേരിയബിൾ എന്തായതുകൊണ്ടാണ്, എക്സ് ആണ്. ഇവിടെ വൈ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പി ഓഫ് വൈ എന്നാണ് വിളിക്കുക. സെഡ് വന്നാൽ പി ഓഫ് എക്സ് എന്ന് വിളിക്കും, പി ഓഫ് സെഡ് എന്ന് വിളിക്കും. അങ്ങനെ തന്നെ വിളിക്കണം എന്നില്ല. പി ഓഫ് എന്നുള്ളതിന് പകരം ക്യൂ ഓഫ് എക്സ്, ക്യൂ ഓഫ് വൈ, ക്യൂ ഓഫ് സെഡ്, ആർ ഓഫ് എക്സ്, ആർ ഓഫ് വൈ, ആർ ഓഫ് സെഡ് അങ്ങനെയൊക്കെ വിളിക്കാം. ഓക്കെ, ഇവിടെയും നമുക്ക് എന്താണ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്നൊക്കെ പറയാം. ഇവിടെ എക്സിൻ്റെ എക്സ്പൊണൻറ്റ് 1 ആണ്, ഇവിടെ എക്സിൻ്റെ എക്സ്പൊണൻറ്റ് 2 ആണ്. ഈ ടേമിൻ്റെ ഡിഗ്രി 1, ഈ ടേമിൻ്റെ ഡിഗ്രി 2, ഹയർ ഡിഗ്രി 2, അതുകൊണ്ട് ഇറ്റ്സ് എ പോളിനോമിയൽ വിത്ത് ഡിഗ്രി 2 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു പോളിനോമിയൽ വിത്ത് ഡിഗ്രി 2 ആണ്. ഇക്വേഷൻസ് ആൻഡ് പോളിനോമിയൽസ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പോളിനോമിയൽസിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമ്മൾ ഇക്വേഷനാക്കി മാറ്റും. അപ്പോൾ ഇവിടെ ഈ പോളിനോമിയലിന് വ്യത്യസ്തമായ വിലകൾ ലഭ്യമാണ്. ഓക്കെ, ഇത് ഓരോ നമ്പറിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? ഇവിടെ 4, 24, 11 ഒക്കെ നമ്പേഴ്സാണ്. ഇവിടെ എക്സ് എന്നുള്ളൊരു വേരിയബിൾ, ആ വേരിയബിളിന് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളിനോമിയലിനൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ പി ഓഫ് 1 എന്താണെന്ന് നോക്കാം. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 4 × 1², എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കും. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന വാല്യൂ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് മേലെ സ്ക്വയർ ഇടുക. +2 24 × 1 × 1 എന്ന് ഇത് വായിക്കുക. 4 × 1² +24 × 1 +11. ഓക്കെ, അപ്പോൾ നമ്മൾ 4 × 1 അല്ല കാണാം, 1ൻ്റെ സ്ക്വയർ എടുക്കും. 1ൻ്റെ സ്ക്വയർ 1, 1 × 4 4, 1 × 24 24 +11. അപ്പോൾ 24 + 11 35 + 4 = 39. അപ്പോൾ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 39 ആണ്. എന്ന് പറഞ്ഞാൽ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 39 ആണ്. ഇതിന് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. ഈ പി ഓഫ് എക്സ് 39 ആയി മാറണമെങ്കിൽ എക്സിന് എന്ത് കൊടുക്കണം, എന്ത് വാല്യൂ കൊടുക്കണം? അപ്പോൾ നമുക്ക് പറയാം എക്സ് = 1. എക്സ് = 1 ആകുമ്പോൾ പി ഓഫ് എക്സ് = 39. ഇനി പി ഓഫ് ഹാഫ്, പി ഓഫ് -1 ഒക്കെ നമ്മൾ നോക്കുക. അപ്പോൾ പി ഓഫ് ഹാഫ് ആണെങ്കിൽ 4 × ½ ഓക്കെ +24 × ½ +11. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതേ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 4 എഴുതും. എന്നിട്ട് ഹാഫിൻ്റെ സ്ക്വയർ എടുക്കുക. ഹാഫിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 4 × 1/4 എന്നായി മാറും. ഓക്കെ, 1² 1, 2² 4. +24 × ½ 24 × ½ എത്രയാണ്? 12 ആണ്. +11 ഇങ്ങനെ കിട്ടും. ഇവിടെ ഈ 4ഉം 4ഉം കട്ട് ചെയ്തും ഇവിടെ ബാക്കി 1 വരും. 12 + 11 is 23. 23 + 1 is 24 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പി ഓഫ് ഹാഫ് എന്താണ്? 24 ആണ്. ഇനി പി ഓഫ് -1 4 × -1², 4 × -1² +24 × -1 +11 ഇങ്ങനെ വരും. അപ്പോൾ -1ൻ്റെ സ്ക്വയർ +1, +1 × 4 4, -1 × 24 -24 +11 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ 3 നമ്പേഴ്സിൽ 2 എണ്ണം പോസിറ്റീവും 1 നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് 2 കൂടെ ആഡ് ചെയ്യുക. 11 + 4 is 15. 15 - 24 = -9. So അപ്പോൾ ഇവിടെ if x is 1, the value of p of x is equal to 39. Okay, if x is equal to half, value of polynomial p of x is equal to 24. If x is equal to -1, value of p of x is equal to -9. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ -9 എന്നുള്ള വാല്യൂ പി ഓഫ് എക്സിന് കിട്ടണമെങ്കിൽ എക്സ് ഷുഡ് ബി -1. പി ഓഫ് എക്സ് 24 ആവണമെങ്കിൽ എക്സ് ഷുഡ് ബി ഹാഫ്. ഓക്കെ, ഫോർ ദ പി ഓഫ് എക്സ് ടു ബി 39, എക്സ് മസ്റ്റ് ബി 1. അതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്.